Hello students, welcome back to Plus 1 Economics Online Classroom. Previous ക്ലാസ്സിൽ എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്? യെസ്, ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, അതിന്റെ മീനിങ് പഠിച്ചു. അതുപോലെ ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള, അതിന്റെ ഒരു പാർട്ടായിട്ട് വന്നിട്ടുള്ള 5 റിഫോംസ്, 5 പരിഷ്കാരങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് LPG റിഫോംസിലെ രണ്ടാമത്തെ പരിഷ്കാരമാണ് പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രൈവറ്റൈസേഷൻ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം, അതും സ്പെസിഫിക് ആയ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ടോപ്പിക്കിന്റെ കീഴിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് പ്രൈവറ്റൈസേഷൻ? അതിന്റെ മീനിങ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ 2 മീനിങ് ഞാൻ പറയുന്നുണ്ട്, 2 അതിന്റെ അർത്ഥങ്ങൾ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ്, ഏതാണോ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ സാധിക്കുന്നത്, അത് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ. പ്രൈവറ്റൈസേഷൻ ഇംപ്ലൈസ് ഗിവിംഗ് എവേ ഓണർഷിപ്പ് ഓർ മാനേജ്മെന്റ് ഓഫ് ഗവൺമെന്റ് എന്റർപ്രൈസസ് ടു പ്രൈവറ്റ് കമ്പനീസ്. സർക്കാർ വക സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. എന്തായിരുന്നു? പ്രൈവറ്റൈസേഷൻ ഇംപ്ലൈസ് ഗിവിംഗ് എവേ ഓണർഷിപ്പ് ഓർ മാനേജ്മെന്റ് ഓഫ് ഗവൺമെന്റ് എന്റർപ്രൈസസ് ടു പ്രൈവറ്റ് കമ്പനീസ്. സർക്കാർ വക സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ മീനിങ്. മറ്റൊരു രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം? പ്രൈവറ്റൈസേഷൻ മീൻസ് the transfer of ownership or management of government owned companies into private sector. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളെ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. എന്തായിരുന്നു? പ്രൈവറ്റൈസേഷൻ മീൻസ് the transfer of ownership or management of government owned companies into പ്രൈവറ്റ് സെക്ടർ. ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളെ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ മീനിങ്. 2 മീനിങ്ങുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ ഏതാണോ കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പെട്ടെന്ന് സാധിക്കുന്നത്, ആ ഒരു മീനിങ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. 2ഉം പഠിച്ചു വെച്ചാൽ അത്രയും നല്ലത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ രണ്ടാമത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, India started privatization as a part of structural adjustment program. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണം ആരംഭിക്കുന്നത് ഘടനാപരമായ ക്രമീകരണ നടപടിയുടെ ഭാഗമായിട്ടാണ്. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം, സാപ്പ്, ഡിസ്കസ് ചെയ്തിരുന്നു പ്രീവിയസ് ക്ലാസ്സുകളിൽ. ഈ ഒരു സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം, സാപ്പിന്റെ പാർട്ടായിട്ടാണ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 2 പോയിന്റ്സ് കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ഇനി പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപ വിൽപ്പന. എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപ വിൽപ്പന? ഈ ഒരു പാർട്ടിൽ നിന്നും എക്സാമിന് 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം കൂടെയാണ്. എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു മീനിങ് ആണ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇംപ്ലൈസ് the selling of government investment or equity into private sector. പൊതുമേഖലാ സ്ഥാപനത്തിൽ ഗവൺമെന്റിൻ്റെതായ നിക്ഷേപം അല്ലെങ്കിൽ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിനെയാണ് നിക്ഷേപ വിൽപ്പന അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് പ്രൈവറ്റ് സെക്ടറിന് നൽകുക അല്ലെ, കൊടുക്കുന്നതിനെയാണ് പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നതിന്റെ കൂടെ ഗവൺമെന്റിന്റെ ഓഹരികൾ, ഗവൺമെന്റ് ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർസ്, അത് സ്വകാര്യ മേഖലയ്ക്ക്, പ്രൈവറ്റ് സെക്ടറിന് സെല്ല് ചെയ്യുക, വിൽക്കുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നിക്ഷേപ വിൽപ്പന എന്ന് മലയാളത്തിൽ പറയുന്നു. അപ്പോൾ എക്സാമിന് ചോദിക്കും, വാട്ട് ഈസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്? സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് ഓൺഡ് ഷെയർസ് ഇൻ ടു പ്രൈവറ്റ് സെക്ടർ. ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നതിന്റെ കൂടെ ഗവൺമെന്റ് ഓഹരികൾ
സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിനെ പറയുന്ന പേരാണ് നിക്ഷേപ വിൽപ്പന അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഓർത്തു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് എയിംസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. നിക്ഷേപ വിൽപ്പന അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റിന്റെ ഷെയർസ്, ഗവൺമെന്റ് ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിന് വിൽക്കുന്നത്? അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും, അല്ലാതെ വെറുതെ അങ്ങോട്ട് ഗവൺമെന്റ് അത് സെല്ല് ചെയ്യില്ല. അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യം, അല്ലെ, ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവ്സ് ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. ടോപ്പിക് എന്തായിരുന്നു? ഒബ്ജക്റ്റീവ്സ് ഓർ എയിംസ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. നിക്ഷേപ വിൽപ്പന അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, ഇംപ്രൂവിംഗ് ദി മാനേജ്മെന്റ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, ഷോർട്ട്ലി PSU, ത്രൂ സുപ്പീരിയർ മാനേജ്മെന്റ് ടെക്നിക്സ്. ഒന്നാമത്തെ ലക്ഷ്യം എന്തായിരുന്നു? മികച്ച മാനേജ്മെന്റ് ടെക്നിക്കുകളിലൂടെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുക. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, PSU എന്ന് പറയും. ഓക്കെ, അപ്പോൾ മികച്ച മാനേജ്മെന്റ് ടെക്നിക്കുകളിലൂടെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുക. ഇതാണ് ഒന്നാമത്തെ ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം. സെക്കൻഡ് ഒബ്ജക്റ്റീവ്, ഇംപ്രൂവിംഗ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് PSUs ത്രൂ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ധനപരമായ അച്ചടക്കത്തിലൂടെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുക. പോയിന്റുകൾ മാത്രം ഓർത്തു വെക്കുക. തേർഡ് ഒബ്ജക്റ്റീവ്, എൻഹാൻസിംഗ് എബിലിറ്റി ഓഫ് കമ്പനീസ് ടു റൈസ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫ്രം ദി മാർക്കറ്റ്. വിപണിയിൽ നിന്ന് ധനവിഭവങ്ങൾ ശേഖരിക്കാൻ കമ്പനികൾക്കുള്ള ശേഷി വർദ്ധിപ്പിക്കുക. ദെൻ ഫോർത്ത് ഒബ്ജക്റ്റീവ്, റൈസിംഗ് റവന്യൂ ഫോർ ദി ഗവൺമെന്റ് ഫ്രം സെയിൽ ഓഫ് ഇക്വിറ്റി. സർക്കാർ ഓഹരി വിൽക്കുന്നതിലൂടെ ഗവൺമെന്റിന്റെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക. 4 ഒബ്ജക്റ്റീവുകളാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപ വിൽപ്പനയ്ക്ക് ഉള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ അവരുടെ ഷെയർസ് അല്ലെങ്കിൽ ഓഹരികൾ, ഇക്വിറ്റി എന്ന് പറയും, ഇത് പ്രൈവറ്റ് സെക്ടറിന് സെല്ല് ചെയ്യുന്നത്? അതിന്റെ പിന്നിലെ ഉദ്ദേശമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും കൃത്യമായിട്ടത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങളെ 3 കാറ്റഗറി ആയിട്ട്, 3 തരമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ മിനിരത്ന, സെക്കൻഡ് നവരത്ന, തേർഡ് മഹാരത്ന. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ മിനിരത്ന, സെക്കൻഡ് നവരത്ന, തേർഡ് മഹാരത്ന. ഈ 3 കാറ്റഗറി ആയിട്ട് ഇന്ത്യയിലെ വ്യവസായങ്ങളെ തരം തിരിച്ചു അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് നവരത്ന, നവരത്നങ്ങളിൽ ഉൾപ്പെടുന്ന കമ്പനീസ് ഏതൊക്കെയാണ് എന്നാണ്. നവം എന്ന് പറഞ്ഞാൽ 9, അല്ലെ, 9. ഇപ്പൊ നവരത്നങ്ങൾ എന്ന് പറഞ്ഞാൽ 9 ഇൻഡസ്ട്രീസ്, 9 വ്യവസായങ്ങൾ ഉൾപ്പെട്ടതാണ് നവരത്ന എന്ന് പറഞ്ഞാൽ. നവം എന്ന് പറഞ്ഞാൽ 9 എന്നാണ്, ഓർത്ത് വെക്കണം. ഈ ഒരു പാർട്ടിൽ നിന്നും 1 വേർഡ് ആയിട്ടാണ് ചോദ്യം വരാറ്. നവരത്നയിൽ ഉൾപ്പെടുന്ന ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, IOC. ഇതിന്റെ ഷോർട്ട് രൂപം പഠിച്ചു വെക്കണം, അതിന്റെ എക്സ്പാൻഷൻ കൂടെ പഠിച്ചു വെക്കണം. പല രീതിയിലും ചോദ്യം വരാം. 1 വേർഡ് ആയിട്ടേ ചോദ്യം വരുള്ളൂ. ഓക്കെ, 1 വേർഡ് ആയിട്ടാണ് ഈ പാർട്ടിൽ നിന്നും ചോദ്യങ്ങൾ എപ്പോഴും വരാറ്. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, IOC. സെക്കൻഡ് വൺ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, HPCL. തേർഡ് വൺ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, BPCL. ദെൻ ഫോർത്ത് വൺ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ONGC. ആൻഡ് ഫിഫ്ത്ത് വൺ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, SAIL, SAIL. ആൻഡ് സിക്സ്ത് വൺ ഇന്ത്യൻ പെട്രോകെമിക്കൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, IPCL. ആൻഡ് സെവൻത് വൺ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, BHEL. എയ്ത്ത് വൺ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, NTPC. ദെൻ നയൻത് വൺ വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്, VSNL. ഇതാണ് നവരത്നങ്ങളിൽ ഉൾപ്പെടുന്ന ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങൾ. 9 എണ്ണം ഉണ്ട്.
കൃത്യമായിട്ട് പോയിന്റ് ചെയ്തിട്ട് പഠിക്കണം. നവരത്നയിൽ ഉൾപ്പെടുന്ന എല്ലാ ഇൻഡസ്ട്രീസിനും എല്ലാ വ്യവസായങ്ങൾക്കും ഗവൺമെന്റ് ഓട്ടോണമി അല്ലെങ്കിൽ സ്വയം ഭരണാധികാരം നൽകിയിരുന്നു. ഓട്ടോണമി ഓർത്ത് വെക്കണം. ലേറ്റർ 2 more public sector undertakings were added to the original list of നവരത്നാസ്. ഇതിനുശേഷം 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടി നവരത്ന ഗണത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. അവ ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഗെയിൽ, GAIL, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. സെക്കൻഡ്, മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ്. ഇവ രണ്ടും പിന്നീട് നവരത്ന ഗണത്തിൽ, ഈ നവരത്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഓക്കെ. അതുപോലെ ലാഭകരമായി പ്രവർത്തിക്കുന്ന 97 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മിനിരത്നങ്ങൾ എന്ന പദവി ഗവൺമെന്റ് അനുവദിക്കുകയുണ്ടായി. ദാറ്റ് ഈസ് 97 പ്രോഫിറ്റ് മേക്കിംഗ് എന്റർപ്രൈസസ് ആർ നൗ റെഫേർഡ് ടു ആസ് മിനിരത്ന. 97 പൊതുമേഖലാ സ്ഥാപനങ്ങൾ മിനിരത്ന എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. ഓക്കെ. ഇത്രയാണ് പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ന് എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? എന്താണ് പ്രൈവറ്റൈസേഷൻ, എന്താണ് സ്വകാര്യവൽക്കരണം എന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം, സാപ്പ്, ഘടനാപരമായ ക്രമീകരണ നടപടി, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണം ആരംഭിച്ചത്. ദെൻ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപ വിൽപ്പന എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ നവരത്നാസ്, നവരത്നങ്ങൾ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് ടോട്ടലി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.